Welcome to another section of plus 1 mathematics sets, representation of sets. Today we are discussing the topic representation of sets. Before going to the topic representation of sets, we already know that the capital letters in English alphabets are usually used to denote a set. That means to name a set, we are usually used capital letters in English alphabet. There are some standard notation for representing number sets. The first topic is number sets and the standard notations. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിൽ നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്പർ സെറ്റിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചില ലെറ്റേഴ്സ് കൊണ്ടാണ് മാത്സിൽ ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്പർ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറിയ ക്ലാസ്, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ LKG UKG ക്ലാസ്സിലോ നമ്മൾ ആദ്യം പഠിക്കുന്നത് കൗണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അതായത് കൗണ്ടിങ് നമ്പർ ഓർ നാച്ചുറൽ നമ്പർ ആർ യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ N. The set of all natural number, that means set 1, 2, 3, 4, 5, 6, 7, 8, 9, etc. is usually denoted by the letter capital N. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിന് നമ്മൾ ക്യാപിറ്റൽ N എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുമ്പോൾ ക്യാപിറ്റൽ N എഴുതാറുണ്ടെങ്കിലും ചില ബുക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബോൾഡ് ലെറ്റർ ആയിട്ടുള്ള N ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ രീതിയിലാണ് നാച്ചുറൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ക്യാപിറ്റൽ N ആണ് എഴുതാറുള്ളത്. ഇത് നമുക്കറിയാം, ഇഫ് യു ആഡ് എനി ടു നാച്ചുറൽ നമ്പർ ദ റിസൾട്ട് ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ അഡീഷൻ പഠിക്കുമ്പോൾ രണ്ട് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. പക്ഷേ നമ്മളൊരു നാച്ചുറൽ നമ്പറിൽ നിന്ന് വണ്ണിൽ തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ 0 ആയിരിക്കും. 0 ഈസ് നോട്ട് നാച്ചുറൽ നമ്പർ. 0 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. Therefore we can include 0 into this set. Then we get the set of all whole number. The set of all whole number is set 0, 1, 2, 3, 4, 5, 6, etc. That is denoted by the letter W. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ N എന്നുള്ള ലെറ്റർ കൊണ്ട് നാച്ചുറൽ നമ്പറിനെയും ക്യാപിറ്റൽ W എന്നുള്ള ലെറ്റർ കൊണ്ട് വോൾ നമ്പറിനെയും ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്കറിയാം ഒരു വോൾ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറിൽ നിന്ന് വേറൊരു നാച്ചുറൽ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല, വോൾ നമ്പർ ആവണമെന്നില്ല. ഇഫ് യു ടേക്ക് 2 - 3 വി ഹാവ് -1. -1 ഈസ് നോട്ട് എ വോൾ നമ്പർ. Therefore we are including negative integers into this set. We get a set of all integers like this. Set of all integers are set -3, -2, -1, 0, 1, 2, 3, 4, etc. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ സെറ്റ് കിട്ടും. ദിസ് ഇൻറ്റിജർ സെറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ Z. ബ്ലാക്ക് ബോൾഡ് ലെറ്ററിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് Z-നെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ക്യാപിറ്റൽ സെറ്റ് എന്ന് കണ്ടാൽ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ സെറ്റാണെന്നാണ്. നമ്മൾ ഇൻറ്റിജർ സെറ്റിന് Z എന്നുള്ള ലെറ്റർ ഉപയോഗിക്കാനുള്ള കാരണം ദ ജർമ്മൻ വേർഡ് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഈസ് Zahlen. Zahlen, the first letter is Z. Therefore Z is derived from the word Zahlen. Therefore integer set is usually denoted by the symbol Z. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ സെറ്റിനെ N എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും, വോൾ നമ്പറിനെ W എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ഇൻറ്റിജറിനെ Z എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി നമുക്കറിയാം ഇൻറ്റിജേഴ്സ് അല്ലാതെ ചില നമ്പേഴ്സ് കൂടി കാണും. ഇപ്പോൾ 1/2, 1/3 such numbers are there. Therefore we can define set of all rational number. A number of the form P/Q where P and Q are integers and Q is not equal to 0 are called rational numbers. അപ്പോൾ നമ്മൾ പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സിൽ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ റാഷണൽ നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് Q. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റും. അതായത് ഒരു കോഷ്യൻറ്റിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. വേർ P and Q are integers and Q is not equal to 0. കോഷ്യൻ്റെ ഫോമിൽ എഴുതുന്നത് കൊണ്ടാണ് നമ്മൾ Q എന്നുള്ള ലെറ്റർ കൊണ്ട് റാഷണൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇൻറ്റിജേഴ്സ് അല്ലാത്ത 1/2, 1/3 അല്ലെങ്കിൽ 2/5 അങ്ങനെയുള്ള നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. എല്ലാ നാച്ചുറൽ നമ്പറും വോൾ നമ്പർ ആയിരിക്കും. എല്ലാ വോൾ നമ്പറും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി നമുക്കറിയാം there are some numbers which are not rational. That means there are numbers that cannot be in the form P/Q where P and Q are not integers and Q is not equal to 0.
അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നോട്ട് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറേഷണൽ നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യൂ ഡാഷ് എന്നുള്ള ലെറ്ററാണ്. നോട്ട് റേഷണൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ഡാഷ് എന്നുള്ള സിമ്പൽ ഉപയോഗിക്കും. ഇത് നമ്മൾ കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ റേഷണൽ നമ്പേഴ്സ് എന്താണെന്നും ഇറേഷണൽ നമ്പേഴ്സ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഈ റേഷണൽ നമ്പറിനെയും ഇറേഷണൽ നമ്പറും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കിട്ടും. ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ആർ. അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സസ് വരെ പഠിച്ച എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് എന്നുള്ള സെറ്റിൽ വരും. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ടുഗദർ വിത്ത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ആർ കോൾഡ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ആർ. ഇനി നമ്മൾ +1 ക്ലാസ്സിലെ 5th ചാപ്റ്റർ കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു നമ്പർ സെറ്റ് കൂടി പഠിക്കുന്നുണ്ട്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പറിനെയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കുന്ന, അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റിനെയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ സി. അപ്പോൾ നിങ്ങൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പറിനെക്കാളും വലിയൊരു നമ്പർ സെറ്റാണെന്നും റിയൽ നമ്പർ അതിൻ്റെ പാർട്ടാണെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ 5th ചാപ്റ്റർ പഠിക്കുമ്പോൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പറിലാണ് റിയൽ നമ്പർ വരുന്നത്. റിയൽ നമ്പറിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്. ഈ റാഷണൽ നമ്പറിൻ്റെ ഒരു പാർട്ടാണ് ഇൻറ്റിജർ, ഇൻറ്റിജറിൻ്റെ ഒരു പാർട്ടാണ് വാൾ നമ്പറിൻ്റെ ഒരു പാർട്ടാണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്പർ സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. N ഫോർ നാച്ചുറൽ നമ്പർ, W ഫോർ വാൾ നമ്പർ, Z ഫോർ ഇൻറ്റിജർ, Q ഫോർ റാഷണൽസ്, Q ഡാഷ് ഫോർ ഇറാഷണൽ, R ഫോർ റിയൽ നമ്പർ ആൻഡ് C ഫോർ കോംപ്ലക്സ് നമ്പർ. Now to represent the positive integer we are using the symbol Z plus. Z എന്ന് എഴുതിയിട്ട് അതിൻ്റെ ടോപ്പിലൊരു പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യും. Similarly, positive real numbers are denoted by this symbol R plus. R plus equal to set of all positive real numbers. Similarly, Z minus is denoted by set of all negative integers and R minus denoted set of all negative real numbers. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അതായത് നമ്പർ സെറ്റിനെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ലെറ്റേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ദറ്റ് ഈസ് capital R is denoting set of all real numbers, capital C denote set of all complex number, capital Q denote set of all rational number, Q dash for irrational numbers. അപ്പോൾ നമ്മൾ നമ്പർ സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു ഡയഗ്രത്തിൽ കൂടി നമുക്ക് നമ്പർ സെറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ട്രയാങ്കിൾ, this rose colored triangle denote set of all natural number. So this set denote natural number. Then this circle denote set of all whole number. That means all natural numbers are whole numbers. That means 0 is here. 0 is not a natural number but it is a whole number. So all natural numbers are whole numbers. Now here, so all integers are here. This all whole numbers are integers. Now all integers are rational numbers. എല്ലാ ഇൻറ്റിജറിനെയും നമുക്ക് റാഷണൽ നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. ദാറ്റ് വി ക്യാൻ റൈറ്റ് 2/1 വേർ 1 and 2 ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ PBQ ഫോമിൽ നമുക്ക് എല്ലാ ഇൻറ്റിജറിനെയും എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പർ ആയിരിക്കും. ഇനി ദർ ആർ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ. അപ്പോൾ ഈ ഒരു സെറ്റിനകത്ത്, അതായത് ഈ എലിപ്സിനകത്തുള്ള ഈ കളറിൽ കാണുന്നത്, അതായത് ഇത്രയും ഇതാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പർ അല്ലാതെ അതിന് പുറത്ത് കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമില്ല, ഇതിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ റാഷണൽ നമ്പറിനെ നമുക്ക് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും മൊത്തം ചേർന്നതിനെ നമുക്ക് റിയൽ നമ്പർ എന്ന് പറയും. അപ്പോൾ ഈ സെറ്റാണ് റിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയൽ നമ്പറിന് 2 പാർട്ടുണ്ട്. അതിലൊരു പാർട്ട് റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ആ റാഷണൽ നമ്പറിൻ്റെ ഒരു പാർട്ടാണ് ഇൻറ്റിജർ, ഇൻറ്റിജറിൻ്റെ ഒരു പാർട്ടാണ് whole number, whole നമ്പറിൻ്റെ ഒരു പാർട്ടാണ് നാച്ചുറൽ നമ്പർ. ഇനി ദർ ആർ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Q ഡാഷ്. ദർഫോർ Q പ്ലസ് Q യൂണിയൻ Q ഡാഷ്, അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് ടുഗദർ വിത്ത് ഇറാഷണൽസ് ആർ കോൾഡ് റിയൽ നമ്പേഴ്സ്.
Any real number is a part of complex number. So this is the set of all complex number. Therefore all natural numbers are real numbers and it is also a complex number. There are some numbers, complex number, which are not real. ഇത്രയാണ് നമ്മുടെ നമ്പർ സെറ്റ്സിൻ്റെ നൊട്ടേഷൻസ്. ഇനി നമുക്കറിയാം ഈ റാഷണൽ നമ്പറിൽ 1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. അത് ഇവിടെ വരും. ഇപ്പോൾ 0 ആണ് വേണ്ടതെങ്കിൽ അത് വോൾ നമ്പറിൽ വരും, പക്ഷെ നാച്ചുറൽ നമ്പർ ആയിരിക്കില്ല. ഇനി -1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും, പക്ഷേ നാച്ചുറൽ നമ്പറും വോൾ നമ്പറും ആയിരിക്കില്ല. നേരെ തിരിച്ച് 1/8 എന്ന് പറഞ്ഞാൽ ഒരു P/Q ഫോമിലുള്ള നമ്പറാണ്. അതിന് നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് എടുക്കാം, പക്ഷെ അത് ഇൻറ്റിജർ സെറ്റിൽ വരുന്നതല്ല. ഇനി √3 എന്ന് പറയുന്ന നമ്പർ നമുക്ക് പിന്നെ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇറാഷണൽ നമ്പറായിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ സെറ്റിന് ഇങ്ങനെയായിരിക്കും നമ്പേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി irrational numbers are divided into 2 types. That is, one is transcendentals and other is suds. √2, √3, √5, etc. are called suds. There are numbers which are not suds. That is also irrational, is called transcendentals. അതായത് നമ്മളിപ്പം x² - 2 = 0 എന്ന് പറയുന്ന ഒരു ആൽജിബ്രിക് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ x² = 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x = ± √2. അപ്പോൾ അങ്ങനെ വരുന്ന റാഷണൽ നമ്പറിനെ നമ്മൾ സഡ്സ് എന്ന് പറയും. അതായത് ചില നമ്പർ ആൽജിബ്രിക് ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ട്രാൻസെൻഡൻറ്റൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൈ എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. അതൊരു ട്രാൻസെൻഡൻ്റലാണ്. ദാറ്റ് ഈസ് ഓൾസോ ഇറാഷണൽ നമ്പറുമാണ്. അപ്പോൾ നമ്മൾ പൈ എന്ന് പറയുന്നത് 22/7 എടുക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി പൈ ഈസ് നോട്ട് ഈക്വൽ ടു 22/7. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 22/7. ആക്ച്വലി പൈ ഈസ് എ ട്രാൻസെൻഡൻ്റൽ. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ പൈ എന്ന് പറയുന്ന നമ്പർ ഗ്രീക്ക് ആൽഫബറ്റിലെ ഒരു ലെറ്ററാണ്. അത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 22/7 ആണ്. എക്സാക്ട്ലി 22/7 അല്ല. പൈ ഒരു ഇറാഷണൽ നമ്പർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ എക്സ്പൊണൻഷ്യൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 5th ലെറ്ററായ സ്മോൾ ലെറ്റർ ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതും ഒരു ഇറാഷണൽ നമ്പറുമാണ്, ഒരു ട്രാൻസെൻഡൻ്റലുമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ നമ്പർ സെറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നമ്പർ സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സ് ആർ യൂഷ്വലി റെപ്രസെൻറ്റഡ് ഇൻ 2 ways. The first one is roster form or tabular form or roster method. The second method is set builder form or rule method. അപ്പോൾ സെറ്റിനെ നമ്മൾ 2 രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അതിലൊന്നാമത്തെ മെത്തേഡിനെ നമ്മൾ റോസ്റ്റർ മെത്തേഡ് എന്നോ അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്നോ പറയും, അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് റോസ്റ്റർ മെത്തേഡ്, ദാറ്റ് ഈസ് ടാബുലർ മെത്തേഡ്. അതായത് എന്താണ് റോസ്റ്റർ മെത്തേഡ്, എന്താണ് ടാബുലർ മെത്തേഡ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് all the elements of a sets are listed and the elements are being separated by commas and enclosed within curly brackets. അപ്പോൾ നമ്മൾ ഒരു സെറ്റിനെ റോസ്റ്റർ മെത്തേഡിൽ എഴുതണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ്, അതായത് ഈ ബ്രാക്കറ്റ് നമ്മൾ കേളി ബ്രാക്കറ്റ് എന്ന് പറയും. അപ്പോൾ കേളി ബ്രാക്കറ്റ് വരക്കാം. എന്നിട്ട് അതിനകത്ത് സെറ്റിനകത്തുള്ള എലമെൻസിനെ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യുക. Each elements are separated by commas. After completing the elements, we can close the bracket by using this. That means in roster method, we have to first of all we have to draw a curly bracket like this. After that, we can write all the elements 1 by 1, and each elements are separated by commas. After completing the elements, we can close the bracket by using this. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റോസ്റ്റർ മെത്തേഡിൽ നമ്മളൊരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വി ഹാവ് ടു നോട്ട് 2 things. ദ ഫസ്റ്റ് തിങ് ഈസ് എലമെൻറ്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എനി ഓർഡർ. അപ്പോൾ നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ
എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കേളി ബ്രാക്കറ്റിനകത്ത് എലമെൻസിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. എലമെൻറ്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എനി ഓർഡർ. ദാറ്റ് മീൻസ് സെറ്റ് 1 2 3 ഉണ്ടെങ്കിൽ നമുക്ക് 2 3 1 എന്നും വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് സെറ്റ് 1, 2, 3 എന്നുള്ളതിന് നമുക്ക് സെറ്റ് 2, 3, 1. അതായത് എലമെൻസിൻ്റെ ഓർഡർ വ്യത്യസ്തമായാലും സെറ്റ് മാറുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഒന്നാമതായി നോട്ട് ചെയ്യണം. ദ സെക്കൻഡ് തിങ് യു ഹാവ് ടു നോട്ട് ഈസ് എലമെൻറ്റ്സ് കനോട്ട് റിപ്പീറ്റ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം, അതായത് ഒരു സെറ്റിനകത്ത് ഒരു റോസ്റ്റർ മെത്തേഡിൽ ഒരു സെറ്ററിനെ ഒരു റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റ് വരച്ചതിന് ശേഷം അതിനകത്തുള്ള എലമെൻസിനെ ആവർത്തിക്കാൻ പാടില്ല. അതായത് ഒരെലമെൻറ്റിനെ ഒരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബീന്ന് എഴുതും, എന്നിട്ട് കോമ ഇട്ടിട്ട് ഒരു ഓന്ന് എഴുതും, എന്നിട്ട് കോമ ഇട്ട് കേന്ന് എഴുതും. അതായത് ഓ 2 പ്രാവശ്യം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എലമെൻസിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. രണ്ടാമത്തത് എലമെൻറ്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെ റോസ്റ്റർ മെത്തേഡിൽ എഴുതുമ്പോൾ ഒരേ പേരുള്ള 2 കുട്ടികളുണ്ടെങ്കിലും അതിനെ നമ്മൾ 2 പ്രാവശ്യം എഴുതേണ്ടി വരും. കാരണം അത് രണ്ടും വേറെ വേറെ എലമെൻറ്റ്സ് ആണ്. പക്ഷേ 2 ലെറ്റേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ കോമാസ് എന്നുള്ള വാക്കിനകത്തുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ റൈറ്റ് സി, ദെൻ കോമ ഒ, ദെൻ കോമ എം, ദെൻ കോമ എ, ദെൻ കോമ എസ്, ദെൻ ക്ലോസ് ദ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ എം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ക്ലാസ്സിൽ 2 കുട്ടികളുടെ സെറ്റാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 ഒരേ നെയിമുള്ള 2 കുട്ടികളെയും വേറെ വേറെ സെറ്റിനകത്ത് കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് റോസ്റ്റർ മെത്തേഡിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. നൗ വി ക്യാൻ ടേക്ക് സം എക്സാമ്പിൾ. ഫസ്റ്റ് വൺ ഈസ് സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമുക്കറിയാം വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു. അപ്പോൾ നമ്മളിതിന് വി എന്നുള്ളൊരു പേര് കൊടുക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വി റൈറ്റ് വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി റെപ്രസെൻറ്റ് സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദെൻ ഡ്രോ കേളി ബ്രാക്കറ്റ് ലൈക്ക് ദിസ്. ദെൻ റൈറ്റ് ദ ഫസ്റ്റ് എലിമെൻറ്റ് എ, ദെൻ മേക്ക് എ കോമ, then write E, then write comma, then I, then O, then comma, then U. ഇപ്പോൾ എല്ലാ എലമെൻറ്റും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. We can take another example. Set of all natural number. First of all, we know that the standard notation is capital N. So capital N is equal to set 1 2 3 4 5 6. നമുക്കൊരിക്കലും എല്ലാ നാച്ചുറൽ നമ്പറും ഇതിനകത്ത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 6 നമ്പേഴ്സ് എഴുതിയതിന് ശേഷം ബാക്കി നമ്മൾ ഡോട്ട്സ് ഇട്ട് മതി. അതായത് 1 2 3 എലമെൻറ്റ്സ് എഴുതിയിട്ട് ബാക്കി ഡോട്ട്സ് ഇടാം. അപ്പോൾ ഇത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുഴുവൻ എലമെൻറ്റ്സും എഴുതാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പറോ എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് തന്നാൽ കുറച്ച് എലമെൻറ്റ്സ് എഴുതിയതിന് ശേഷം ബാക്കി ഡോട്ട്സ് ഇട്ട് ഫിനിഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നാച്ചുറൽ നമ്പറിൻ്റെ റോസ്റ്റർ മെത്തേഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. Now we can write a set of all letters in the word follow. So we can name the set as A, then equal to F, write the first letter F, then make a comma, then write O, then make a comma, then write L. There is no need of repeating L, just write L, then comma W. അതായത് ഇവിടെ എല്ലിന് എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഓർഡറിലല്ലാതെ W സെറ്റ് W O L F ഈ രീതിയിൽ എഴുതിയാലും ഈ 2 സെറ്റും ഈക്വലാണ്. അതുകൊണ്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് റോസ്റ്റർ മെത്തേഡിൽ ഫോളോ എന്ന് പറയുന്ന വാക്കിനെ ലെറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. We can take another example. Set of all natural number between 3 and 10. All natural number between 3 and 10 എന്ന് പറഞ്ഞാൽ 3നും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. Therefore, we can write like this. B equal to the first number between 3 and 10. Natural number between 3 and 10 is 4, 5, 6, 7, 8, 9. Then close the bracket. That is the example. Now set up all solution of the equation x square plus x minus 2 is equal to 0. നമുക്ക്
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനെ റോസ്റ്റർ മെത്തേഡിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല ഉപയോഗിക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഹിയർ b is 1 and a is 1 and c is minus 2. Therefore we can write x equal to minus b means minus 1 plus or minus square root of 1 square minus 4 into 1 into minus 2 divided by 2. Simplifying, we get minus 1 plus or minus 1 square plus 8, that means 9, root 9, that is minus 1 plus or minus 3 by 2, that is equal to minus 4 by 2, that is minus 2, or 2 by 2, that is 1. Therefore x can take two value, one is minus 1 and another one is 1. Therefore we can write the answer as minus 2, set minus 2 comma 1. This is the final answer. Now we have to write a set of all positive integer such that x square is less than 40. We have to write all positive integer such that its square is less than 40. We know that the positive integers are 1, 2, 3, 4, 5, 6, 7, 8, 9, etc. We have to write all positive integer. There is a condition, but its square must be less than 40. First of all, we can take 1. 1 square is 1 is less than 40. Therefore, 1 is an element. Second one is 2 square is 4 less than 40. Therefore, 2 is an element. 3 square 9 less than 40. Therefore, 3 is an element. 4 square 16 less than 40. Therefore, 4 is an element. 5 square is 25 is less than 40. Therefore, 5 is an element. Then 6 square is 36 is less than 40. Therefore, it is an element. Therefore, the answer is 1, 2, 3, 4, 5, 6. Therefore, we can write a curly bracket like this. Then write 1, 2, 3, 4, 5, 6. Then close the bracket. This is the roster method corresponding to this set. Now we can move on to the second method of representing the sets, that is set builder form or rule method. In this method, the members of the sets are represented by stating their common characteristic property. അതായത് ഒരു സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്താണോ അത് ഫൈൻഡ് ചെയ്തിട്ട് അത് എഴുതുന്ന രീതിയെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി ഡിഫൈനിങ് മെത്തേഡ് എന്നും പറയാറുണ്ട്. അതായത് ഒരു സെറ്റിനകത്തുള്ള എലമെൻസിനൊക്കെ ഒരു കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ എടുക്കുമ്പോൾ ഈ കാര്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോസ്റ്റർ മെത്തേഡ് നമ്മളിപ്പോൾ എഴുതിയതാണ്. സെറ്റ് AEIOU. അപ്പം ഈ 5 ലെറ്റേഴ്സിനെയാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. ഈ 5 ലെറ്റേഴ്സിനും കൂടിയുള്ള കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ് എന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ എ കേളി ബ്രാക്കറ്റ്. First of all, we are naming this as V. V is equal to, then draw a curly bracket. Inside the curly bracket, we have to let a variable. Usually, we are using small letters in English alphabet. The small letter X in English alphabet. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേളി ബ്രാക്കറ്റ് വരക്കുക. അതിനുശേഷം എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ ലെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 2 ഡോട്ട്സ് ഇടും. റീഡ് ആസ് സച്ച് ദാറ്റ്. Or you can, instead of this dot, we can write a slash sign also. അപ്പോൾ we can write x such that, then what is x? X is a vowel in English alphabet. Here x can take A, E, I, O, U. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. സെറ്റ് ഓഫ് ഓൾ വവൽസ് V equal to x. Then instead of this symbol we can write a slash like this. Then we can write what is x. X is a vowel in English alphabet.
അപ്പോൾ നമുക്ക് AEIO എന്ന് പറയുന്ന 5 ലെറ്റേഴ്സ് ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനുള്ള കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് വവൽസ് എന്നാണ്. ആ വവൽസ് എന്നുള്ള കോമൺ പ്രോപ്പർട്ടി നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കോമൺ പ്രോപ്പർട്ടി ഫൈൻഡ് ചെയ്തിട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. How to write a set of all natural numbers in this method? We can write the standard notation is capital N equal to set of all x such that x is a natural number. 3 എഴുതി കഴിഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. We can take set of all letters in the word follow in rule method അല്ലെങ്കിൽ set builder form. We can name this set as A equal to set of all x such that x is a letter of the word follow. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ റൂൾ മെത്തേഡിൽ നമ്മൾ ഫോളോ എന്ന് പറഞ്ഞ വാക്ക്, അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ ഫോളോനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത്. We can take another example. Set of all natural numbers between 3 and 10. Here we can write B equal to set of all x such that x is a natural number and 3 less than x less than 10. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് നാച്ചുറൽ നമ്പറാണ്, മാത്രമല്ല എക്സ് ഈസ് ബിറ്റ്വീൻ 3 and 10. തർപ്പോൾ ദിസ് കണ്ടീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഇത് തന്നെ ആവണമെന്നില്ല, ചിലപ്പം ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ദെൻ വി ക്യാൻ റൈറ്റ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അങ്ങനെ എഴുതിയാലും ഈ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു റൂൾ മെത്തേഡിൽ എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പല രീതിയിൽ എഴുതാം, പക്ഷേ എലമെൻറ്റ്സ് ഒന്നും റോസ്റ്റർ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലും അതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡിൽ എഴുതിയെന്ന് പറയും. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് വേർഡ്സിൽ എഴുതുന്നതിന് പകരം എക്സ് എലമെൻറ്റ് ഓഫ് എൻ എഴുതിയിട്ട് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. അതായത് ഈ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എക്സ് എലമെൻറ്റ് ഓഫ് എൻ എഴുതി കഴിഞ്ഞാലും കറക്റ്റായിട്ട് വരും. Now we can take some questions. Write the set A equal to set 1, 4, 9, 16, 25, etc. in set builder form. Here is a set that is represented in roster form. We have to convert into rule method or set builder form. First of all, we know that this numbers has a common property. 1 square is 1, 2 square is 4, 3 square is 9, 4 square is 16, 5 square is 25. Therefore, it is a square of a natural number. Therefore, we can write like this: A equal to set of all x such that x is a square of a natural number. Or you can write like this: A equal to set of all x is equal to n square, where n is a natural number. ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പേഴ്സിനുള്ള കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് എന്താണെന്ന് എഴുതാം, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്: സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ. വാട്ട് ഇസ് ഹിയർ? എൻ ഹിയർ എൻ ഇസ് എ നാച്ചുറൽ നമ്പർ. ലൈക്ക് ദിസ്. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. വി ക്യാൻ ടേക്ക് അനദർ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സെറ്റ് 1/2, 2/3, 3/4, 4/5, 5/6, 6/7 in rule method. Here is a set that we have to write this set in rule method. Therefore, we can write like this: set of all x such that x equal to n by n plus 1. n by n plus 1 ഫോമിലാണ് ഈ സെറ്റൊക്കെ ഈ നമ്പേഴ്സൊക്കെ ഉള്ളത്. Therefore, we can write set of all x such that x equal to n by n plus 1, where n is a natural number. n is a natural number എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ സെറ്റ് ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. പക്ഷേ ഇതിനകത്ത് ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 6/7 ആണ്. അപ്പോൾ അവസാനത്തെ എലമെൻറ്റ് 6/7 ആകുമ്പോഴേ നമ്മൾ എന്നിൻ്റെ വാല്യൂ 6 ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം. Therefore, we can write 1 less than or equal to n less than or equal to 6. If n equal to 1, we get 1/2. If n equal to 2, we get 2/3. If n equal to 3, we get 3/4. n equal to 4, we get 4/5. n equal to 5, we get 5/6. n equal to 6, we get 6/7. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റോസ്റ്റർ മെത്തേഡിൽ
റൂൾ മെത്തേഡിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോസ്റ്റർ മെത്തേഡ് എന്താണെന്നും റൂൾ മെത്തേഡ് എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സസൈസിൽ തേർഡ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു റൈറ്റ് ദി ഫോളോയിങ് സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. ഈ സെറ്റിന്, അതായത് ഈ 6 സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി ഹാവ് ടു റൈറ്റ് ഫോളോയിങ് സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ നമ്പേഴ്സിലുള്ള കോമൺ പ്രോപ്പർട്ടി ഫൈൻഡ് ചെയ്തിട്ട് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ 5ഉം ക്വസ്റ്റ്യൻ 6ഉം ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.